അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായം 23 മുതൽ 25 വരെയുള്ള അനുഗ്രഹീതമായ തിരുവെഴുത്തുകൾ. വളരെ കാര്യമായി നമുക്കിന്ന് ഇതിനകത്തുനിന്ന് ചിന്തിക്കാനുണ്ട് ഈ ഭാഗങ്ങളിൽ നിന്ന്. എന്നാൽ സമയം അനുവദിക്കുന്നത് പോലെ ആയിരിക്കും മുൻപോട്ട് പോകുന്നത്. നമുക്കൊത്തിരി പോകാനുള്ള സമയക്കുറവുണ്ട്. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്തെന്നാൽ പൗലോസ് രാവിലെ മുതൽ സന്ധ്യ വരെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി മടുപ്പില്ലാതെ, മടിയില്ലാതെ, വിശപ്പില്ലാതെ, ദാഹമില്ലാതെ സംസാരിക്കണം ഒരേ കാര്യത്തെക്കുറിച്ച്, പഴയ നിയമത്തെക്കുറിച്ചും പുതുനിയമത്തെക്കുറിച്ചും, പഴയ നിയമ പ്രവാചകന്മാരെക്കുറിച്ചും പുതുനിയമത്തിലെ യേശുവിനെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും വാ തോരാതെ സംസാരിക്കണം. വാ തോരാതെ താൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നമ്പർ 1, മടുപ്പിന് സ്വാധീനം കൊടുക്കാത്ത ഒരു ജീവിതം തൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വചനത്തിൻ്റെ സമയം 10 മിനിറ്റ് മുൻപോട്ട് പോകുകയാണെങ്കിൽ എക്സിറ്റ് അടിച്ചു പോകുന്നവരാണ് മനുഷ്യരിൽ കൂടുതലും. തിരുവെഴുത്തുകളെക്കുറിച്ചും അതിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും ആത്മാവ് ഗഹനമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചാനൽ മാറ്റി പോകുന്നവരാണ് അധികവും. എന്നാൽ ഇവിടെ രാവിലെ തുടങ്ങി സന്ധ്യ വരെ ഒരു ദിവസം നിശ്ചയിച്ചു. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, നിശ്ചയിച്ച ഒരു ദിവസം അത് ദൈവത്തിൻ്റെതാണെങ്കിൽ നിശ്ചയിച്ച ദിവസത്തിനകത്ത് ദൈവം ചിലരെ അതിനകത്തുനിന്ന് പുറത്തെടുക്കാനുള്ളതാണ്. വേദപുസ്തകത്തിൽ വ്യക്തമായി നാം വായിച്ച വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം നിശ്ചയിച്ചിട്ട്. ഒന്ന് പറയാമോ? ദൈവം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു. ഒരു ദിവസം നിശ്ചയിച്ചു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചോട്ടെ, യേശു എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കർത്താവ് എന്നെ സ്പർശിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇത് പറയാൻ മനസ്സുള്ളവർ, ഇത് പറയാൻ ആത്മാവ് നിയോഗിക്കുന്നവർ, ഈ ദൂത് സ്വീകരിക്കാൻ നിയോഗമുള്ളവർ സ്വീകരിക്കുക. ഇത് വ്യക്തിത്വമുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയായി നിന്നുകൊണ്ട് സംസാരിച്ചതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ പരിശുദ്ധാത്മ നിയോഗത്തോടെ, പരിശുദ്ധാത്മ നിറവോടെ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലോടെ, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയോടെ നിശ്ചയിച്ച ദിവസം ചിലർ പുറത്തു വരാനും ചിലർ പുറത്തു പോകാനും. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഇതിനകത്ത് രാവിലെ തുടങ്ങി സന്ധ്യ വരെ സംസാരിച്ചപ്പോ ചിലർ പുറത്തു വരാനും ചിലർ പുറത്തു പോകാനും ആ ദിവസം മതിയായിരുന്നു. ഒന്ന് പറഞ്ഞേ, ഇന്ന് ചിലർ പുറത്തു വരാൻ, കെട്ടുകളിൽ നിന്ന് പുറത്തു വരാൻ, ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, അശുദ്ധിയിൽ നിന്ന് പുറത്തു വരാൻ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, അവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, മടുപ്പിൽ നിന്ന് പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് നിയമിച്ചാക്കിയ ഒരു ദിവസമാണ് എന്റേത് എന്ന് പറയുന്നവന്റെ ജീവിതത്തിൽ അങ്ങനെയും ഇതൊന്നും തൊടാത്ത ഒരുവന് ഈ ദൂതുകൾ, ഈ പ്രവചനങ്ങൾ, ഈ ആലോചനകൾ, ഈ തിരുവെഴുത്തുകൾ ഒന്നും തൊടാത്ത ഒരുവന് ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തു പോകാനും കൂടെ, പരിശുദ്ധാത്മ പ്രവൃത്തികളിൽ നിന്ന് പുറത്തു പോകാനും കൂടെ, ദൈവവചനത്തിൽ നിന്ന് പുറത്തു പോകാനും കൂടെ, അവന്റെ വിടുതലിന്റെ അവസരങ്ങളിൽ നിന്ന് പുറത്തു പോകാനും കൂടെ ഉള്ള ഒരു ദിവസമായി തന്നെ ഇതേ ദിവസം മാറും. I am so sorry to say that.
അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. യേശു ഒരുപാട് പേരെ സൗഖ്യമാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ, പരിശുദ്ധാത്മ നിയോഗത്തോടെ, പരിശുദ്ധാത്മ നിറവോടെ താനൊരിടത്ത് വന്ന് എല്ലാവരും കേൾക്ക വചനം പ്രസംഗിച്ചു. ഇവിടെ പൗലോസും എല്ലാവരും കേൾക്ക വചനം പ്രസംഗിച്ചു, എല്ലാവരും കേൾക്ക തിരുവെഴുത്ത് നിവർത്തിച്ചു, എല്ലാവരും കേൾക്ക ഭാഗമെടുത്ത് സംസാരിച്ചു. വചനം കേട്ടത് ഒരുപോലെ, വചനം പറഞ്ഞത് ഒരുപോലെ, എന്നാൽ വചനത്തിൽ വിശ്വസിച്ചത് വ്യത്യസ്ത ധ്രുവങ്ങളിൽ, വചനം ഏറ്റെടുത്തത് വ്യത്യസ്ത നിലകളിൽ, വചനത്തെ സ്വീകരിച്ചത് വ്യത്യസ്ത നിലകളിൽ, വചനം ഗ്രഹിച്ചത് വ്യത്യസ്ത നിലകളിൽ. എന്ത് സംഭവിച്ചു? വചനം പരിശുദ്ധാത്മാവ് കൊടുത്തതുപോലെ സ്വീകരിച്ചവന്റെ ജീവിതം മാറി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊടുത്തതുപോലെ വാങ്ങിയവൻ അതിനകത്ത് ഡീവിയേഷൻസ് എടുക്കാതെ, അതിനകത്ത് എനിക്ക് ആ ഭാഗം വേണ്ട, ഈ ഭാഗം വേണ്ട, അവിടം വേണ്ട, ഇവിടം വേണ്ട, ആ പുസ്തകത്തിൽ അങ്ങനല്ല, ആ റെഫറൻസിൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് തർക്കിക്കാതെ ദൈവവചനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് യഹൂദന്മാരോട് അവസാനമായി പ്രസംഗിച്ചൊരു ഭാഗമാണിത്. പൗലോസ് യഹൂദന്മാരോട് അവസാനമായി പ്രസംഗിച്ചൊരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാമത്തെ അധ്യായം 23 മുതൽ 25 വരെ അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോഴും അവസാനം പ്രസംഗിച്ചു. ശേഷം താൻ ജാതികളിലേക്ക് തിരിഞ്ഞു. ഒന്ന് പറഞ്ഞേ. കർത്താവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് സ്വീകരിക്കാത്തവനിൽ നിന്ന് സ്വീകരിക്കുന്നവനിലേക്ക് അനുഗ്രഹം തിരിഞ്ഞു പോകും. ഒന്ന് ദൈവത്തോട് പറയാമോ? കർത്താവേ, നീ എനിക്ക് തരുന്ന അനുഗ്രഹം എന്നിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എനിക്ക് തരുന്ന അനുഗ്രഹം എന്നിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ. പൗലോസ് അവസാനമായിട്ടാണ് യഹൂദന്മാരോട് സംസാരിക്കുന്നത്. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. താൻ ഇറ്റലിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം വിവരിച്ചുകൊണ്ടും അതിൻ്റെ നടുവിൽ ദൈവാത്മാവ് ചെയ്ത പ്രവൃത്തികളെല്ലാം കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത്. അവിടുന്ന് താൻ ഒരു ഭാഗത്ത് താമസിക്കുന്ന സമയം യഹൂദന്മാരോട് താൻ പ്രസംഗിക്കുന്ന അവസാനത്തെ ഭാഗമാണ്, ദൈവത്തെക്കുറിച്ച് പറയുന്ന അവസാനത്തെ ഭാഗമാണ് വായിച്ചു കേട്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. ദൈവരാജ്യത്തിന് സാക്ഷ്യം പറയാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് താൻ പലതും വിദ്യാഭ്യാസം ഉള്ളവരോടും ഇല്ലാത്തവരോടും യേശു സാക്ഷ്യം പറഞ്ഞു. എന്ത് അന്ന് സംഭവിച്ചോ അതിൽ നിന്നൊന്നും വ്യത്യസ്തമായി ഇന്ന് സംഭവിക്കുന്നില്ല പൗലോസിന്റെ ഈ സമയത്ത്. കാരണം തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുക. പരിശുദ്ധാത്മാവുമായി അസോസിയേറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളുടെ ജീവിതത്തിലും പലരും പിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലും സെപ്പറേഷൻസ് വരുന്നത് ഇത് തന്നെയാണ്. അവനുമായി, ആരുമായി? പൗലോസുമായി ചിലർ സമ്മതിച്ച് ആമേൻ പറഞ്ഞതിൻ്റെ കാരണം പൗലോസ് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സമ്മതിച്ചവരുടെ സ്പിരിറ്റ് ചേഞ്ചായി. അവരുടെ ഉള്ളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന അന്ധവിശ്വാസങ്ങളും അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇമോഷണലായിട്ടുള്ള ചില കാര്യങ്ങളും അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ധാരണകളും പൗലോസിന്റെ പ്രസംഗത്തിൽ, വിവരണത്തിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ച് പോയി. അതിനകത്ത് യുക്തിവാദികൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ യുക്തിവാദം പൊട്ടിത്തകർന്നു. അതാ പറയുന്ന ചിലർ അവൻ്റെ സ്പിരിറ്റുമായി കണക്റ്റായി പരിശുദ്ധാത്മാവിന്
വ്യക്തിത്വമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം ഉള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ ആത്മാവിന് ലാംഗ്വേജ് ഉണ്ട്. പരിശുദ്ധാത്മാവിന് ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് തന്നെ ആ ലാംഗ്വേജ് നിന്നിലേക്ക് പാസ് ചെയ്യുമ്പോൾ നിനക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, അതിനകത്തുള്ള ക്രീമി ആയിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് വർക്ക് ചെയ്യണം. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി നേരെ വന്ന് എൻ്റെ തലയിലല്ല ഇരിക്കുന്നത്, തോളത്തല്ല ഇരിക്കുന്നത്, എൻ്റെ നെഞ്ചത്തല്ല ഇരിക്കുന്നത്, എൻ്റെ ആത്മാവിലേക്കാണ് പ്രവേശിക്കുന്നത്. എൻ്റെ ആത്മാവ് പ്രവേശിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ നിന്നാണ് എനിക്ക് യേശുവിനെ കുറിച്ച് ബോധ്യം ലഭിക്കുന്നത്. എനിക്ക് ബുദ്ധിയിൽ പഠിച്ച് പറയാൻ കഴിയുന്ന ഒന്നല്ല യേശു. ബുദ്ധിയിൽ നമുക്ക് പഠിച്ച് പറയാൻ കഴിയുന്ന ഒന്നല്ല യേശു എന്ന മഹാസത്യം. ആ പരിശുദ്ധാത്മാവിനെ പൗലോസ് എല്ലാ പേർക്കും, അതാ പറയുന്ന ബോധം വരുമാർ. ഇവിടെ ബോധം വരുമാറെന്ന് പറയുമ്പോൾ അവിടെ ആരും വീഞ്ഞു കുടിച്ച് ബോധക്ഷയമായിട്ടൊന്നും ബുദ്ധിഹീനരായിട്ടോ ബോധം കെട്ടവരായിട്ടോ ഒന്നും പൗലോസിന്റെ അടുത്ത് വന്നില്ല. ഒരു ദിവസം നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ അത് നേരത്തെ എടുത്ത ഒരു തീരുമാനമാണ്. തീരുമാനമെടുത്തിട്ടും കേട്ടോ, തീരുമാനമെടുത്തിട്ടും എടുത്ത തീരുമാനം കൊണ്ട് പ്രയോജനപ്പെട്ടവർ വളരെ ചുരുക്കവും പ്രയോജനപ്പെടാത്തവർ ഏറെയുമായിരുന്നു. ചിലർ മാത്രം സമ്മതിച്ചു, യോജിക്കാതെ വലിയൊരു കൂട്ടം വിട്ടുപോയി. തീരുമാനങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ലെങ്കിൽ, എടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള പ്രചോദനം നൽകുന്നില്ലെങ്കിൽ, ഇന്ന് ഈ വചനത്തിനകത്ത് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഇവിടെ സെപ്പറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പൗലോസ് എല്ലാവർക്കും ബോധം വരുമാറ് സംസാരിച്ചു. വന്നുവോ? നിങ്ങൾ എല്ലാവർക്കും ബോധം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വരുന്നുവോ? നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, രക്ഷിക്കപ്പെടുന്നുവോ? നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ എല്ലാം കർത്താവിന്റെ രക്തക്കൊട്ടയ്ക്കുള്ളിൽ മറച്ചു പ്രാർത്ഥിക്കുന്നു, സംരക്ഷിക്കപ്പെടുന്നുവോ? പൂർണ്ണമായ അളവിൽ എന്തുകൊണ്ടില്ല? എന്നാൽ ഒരു പരിധിവരെ ഇല്ലേ? ഉണ്ട്. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾക്ക് ദൈവത്തോടുള്ള ആശ്രയത്വത്തെയും പ്രതി വലിയ ഒരളവിൽ ദൈവം സംരക്ഷിക്കുന്നു. എങ്കിലും ദൈവത്തിന് നീതി ഉള്ളത് കൊണ്ടും ദൈവത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടും ചില കാര്യങ്ങളിൽ കർത്താവിന് കൈകടത്താൻ കഴിയുന്നില്ല. മനസ്സിലാക്കുക. ബോധം വരുമാറെന്ന് പറയുമ്പോൾ കേട്ടിട്ടും ബോധം വരാത്ത ചിലർ ഇക്കൂട്ടത്തിലുണ്ട്, ഇല്ലേ? തിരുവെഴുത്തുകളെ കുറിച്ച് ഒത്തിരി വട്ടം കേട്ടിട്ടും ബോധം വരാത്തവർ ഇല്ലേ? നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ ഇല്ലേ? നിങ്ങളുടെ പരിചയക്കാരിൽ തന്നെ ഇല്ലേ? നിങ്ങളുടെ ചാർച്ചക്കാരിൽ തന്നെ ഇല്ലേ? എന്തിനേറെ പറയുന്നു, കേട്ടിട്ടോ? പരിശുദ്ധ ദൈവം ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ സ്വീകരിച്ചിട്ട് പോലും ബോധം വരാതെ അകന്നുപോയതും വിട്ടുമാറി നിൽക്കുന്നതും പാരമ്പര്യത്തിൽ തുടരുന്നതുമായ എത്രയോ പേരിരിക്കുന്നു. ഇവിടെ വിശുദ്ധ ബൈബിൾ പറയുന്നു, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് പറഞ്ഞിട്ടും, കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടും, കണ്ടിന്യൂസ് ആയിട്ട് ടീച്ച് ചെയ്തിട്ടും ചിലരുടെ ബുദ്ധി തുറക്കാതെ വണ്ണം ബന്ധിച്ചിരുന്നു. എന്നാൽ അതിനകത്തും സമർപ്പണത്തോടെ ഇരുന്ന ചിലരെ പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വം തൊട്ടു. വാമേ, 100 പേരുണ്ടായിരുന്നെങ്കിൽ, 200 പേരുണ്ടായിരുന്നെങ്കിൽ 10 പേരായിരിക്കാം കെട്ടുപൊട്ടി പുറത്തു വന്നത്. പക്ഷെ വേദപുസ്തകം വായിച്ച വാക്യത്തിൽ ഒന്നാമത് പറയുന്ന ഇതാണ്, ഒരു ദിവസം നിശ്ചയിച്ചിരുന്നു, ഒരു ദിവസം നിശ്ചയിച്ചിരുന്നു, ഒരു ദിവസം നിശ്ചയിച്ചിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിശ്ചയിച്ചിരുന്ന ചിലർ പുറത്തു വരുന്ന ഒരു ദിവസമാണിത്. കർത്താവ് നിശ്ചയിച്ചിരുന്ന ചിലർ പുറത്തു വരുന്നൊരു ദിവസമാണിത്. പൗലോസിന്റെ കാലഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്ന ദിവസം പരാജയത്തിന്റെ ദിവസമായിരുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നിശ്ചയിച്ചിരുന്ന ദിവസം സ്വർഗം അധികമായി സന്തോഷിച്ച ദിവസമാണ്. വേദപുസ്തകം പറയുന്നു, ഒരു വ്യക്തി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്ന് അവൻ രക്ഷിക്കപ്പെടുന്ന പക്ഷം സ്വർഗം അധികം സന്തോഷിക്കുന്നു. സ്വർഗം അധികം സന്തോഷിക്കുന്നു, സ്വർഗം അധികം സന്തോഷിക്കുന്നു. അങ്ങനെ സ്വർഗം അധികം സന്തോഷിച്ചതിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ ഇവിടെ പറയുന്നത്. ചിലർ അവനുമായി യോജിച്ചു, മറ്റു ചിലർ അവനോട് യോജിക്കാതെ പിന്മാറിപ്പോയി. ചിലർ അവനുമായി ചേർന്നു, മറ്റു ചിലർ അവനിൽ നിന്ന് യോജിക്കാതെ വഴക്കുണ്ടാക്കി പിരിഞ്ഞുപോയി. ചിലർ യോജിച്ചു, ചിലർ പിരിഞ്ഞുപോയി. ചിലർ അടുത്തു വന്നു, ചിലർ അകന്നുപോയി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് രണ്ടും ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് രണ്ടും ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് തൊടുന്നു, ചിലർ യോജിക്കാതെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് രണ്ടും ഇന്ന് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം സംസാരിക്കുന്ന വ്യക്തിത്വമാണ്. സംസാരിച്ചാലേ ചില കാര്യങ്ങൾ തെളിയുകയുള്ളൂ, സംസാരിച്ചാലേ ചില കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ, സംസാരിച്ചാലേ ചിലത് തുറക്കുകയുള്ളൂ. അപ്പൊ ബോധം വരുമാറ് അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. സമ്മതിക്കായികയല്ല, ചിലർ വിശ്വസിച്ചില്ല. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത ഒരിടത്തും അംഗീകരിക്കാത്ത ഒരിടത്തും പ്രവർത്തിക്കുകയില്ല. ഞങ്ങളൊക്കെ എത്രയോ ചർച്ചുകളിൽ പ്രസംഗിക്കാൻ പോകുന്നവരാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ചിലടത്ത് തീ ഇറങ്ങുന്ന മെസ്സേജ് പറഞ്ഞാലും ഒരു ചലനവും ഇല്ലാതെ ചിലരിയ്ക്കും. എന്നാൽ അതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ആ സന്ദേശം സ്വീകരിച്ച പക്ഷം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ തൊടാതെ പോയിട്ടില്ല. മറ്റൊന്നും കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിയെ തൊട്ട് അവർക്ക് ദൈവാനുഭവം കൊടുത്ത പരിശുദ്ധാത്മാവ് കല്ലുപോലിരുന്ന ഒരു വ്യക്തിയെ തൊടാൻ പോയിട്ടുമില്ല. ഇതൊക്കെ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ടൈമിൽ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒച്ചത്തിൽ പ്രസംഗിച്ചാലും മെല്ലെ പ്രസംഗിച്ചാലും, ഞാൻ മെല്ലെ ഒരിക്കൽ ഞാൻ പുനലൂർ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ടെസ്റ്റ് മണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റ് മണിക്കകത്തൂടെ എനിക്കൊരു പ്രവചനം എൻ്റെ ഉള്ളത്തിലൂടെ ഇങ്ങനെ വന്നു. ഞാൻ ആ പ്രവചനം ഡിക്ലെയർ ചെയ്തു. ടെസ്റ്റ് മണി പ്ലസ് പ്രവചനം കേട്ടതും ആ ചർച്ചിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ ഏകദേശം 13 മിനിറ്റ് എനിക്കൊന്നും പറയാൻ കഴിയാതെ എൻ്റെ ടെസ്റ്റ് മണിയും വചന ശുശ്രൂഷയും എല്ലാം സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് അവരുടെ കൂടെ ആരാധിക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 13 മിനിറ്റ് ആത്മാവ് തീ പോലെ അവിടെ ഇറങ്ങി ഓരോരുത്തരെയും തൊടുകയായിരുന്നു. എങ്ങനെ സംഭവിച്ചു? ഒരാളെ തൊട്ടാൽ പോരായിരുന്നു. അത് ഒരുപോലെ ആ വ്യക്തിത്വത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അവിടെ ആ സാന്നിധ്യം ഉണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുകയും ആ സാന്നിധ്യത്തിന് അറ്റൻഷൻ കൊടുക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഭയങ്കര ആത്മസാന്നിധ്യം. അങ്ങനത്തെയൊക്കെ ആത്മസാന്നിധ്യം വളരെ കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഭയങ്കര വലിയ ചർച്ചിലും പോയിട്ടുണ്ട്, വളരെ ചെറിയ ചർച്ചിലും പോയിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ അങ്ങനത്തെ സാന്നിധ്യമൊക്കെ സ്വീകരിക്കുന്നവരെയും ആ സാന്നിധ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? അറ്റൻഡ് ചെയ്യാതെ, നിങ്ങളെ ഒരു വ്യക്തി ലേൺ ചെയ്യാതെ, നിങ്ങളെ ഒരു വ്യക്തി ലിസൺ ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നും. എന്നതുപോലെ ഹോളി സ്പിരിറ്റിന് വേണ്ട സ്ഥാനം നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറും. ഇനി എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും അത് അവിടുന്ന് മാറും. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. കർത്താവിൻ്റെ വചനത്തെ ഇതെനിക്ക് പൗലോസ് മുഖാന്തരമായി ദൈവം തരുന്നതാണെന്ന് സ്വീകരിച്ചവൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി നടന്നു. അവർ വിശ്വസിച്ച് പൗലോസിനോടുകൂടെ ചേർന്ന് നിന്നു. എന്നാൽ വിശ്വസിക്കാത്ത, ഇത് സ്വീകരിക്കാത്ത ചില വ്യക്തികൾ പൗലോസിൽ നിന്ന് മാറിപ്പോയി. ഈ രണ്ട് കൂട്ടരും നിങ്ങളുടെ ജീവിതത്തിൽ കാണും. നിങ്ങളെ മനസ്സിലാക്കാത്ത ചിലർ, നിങ്ങൾ വിശ്വസിക്കുന്ന സത്യത്തെ മനസ്സിലാക്കാത്ത ചിലർ മാറിപ്പോകുമ്പോൾ ചില വ്യക്തികൾ നിങ്ങൾ സത്യമാണ് സ്വീകരിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞത് സത്യമാണെന്നറിഞ്ഞ് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വമാണ് ഉപദേശിക്കുന്ന ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 26 തിരുവചനം ഒന്ന് നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം, ഹല്ലേലൂയ, 14 അധ്യായം 26 തിരുവചനം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും
ഉപദേശിച്ചു തരികയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ വാക്യം യേശു പറയുമ്പോൾ സമാധാനം നമുക്ക് എന്തിനാലാണ് തന്നിരിക്കുന്നതെന്നും കൂടെയാണ് മുകളിൽ പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് സമാധാനം തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഞാൻ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് സംസാരിച്ചിരിക്കുന്നു. These things I have spoken to you while I am sitting with you. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വകയൊക്കെയും ഞാൻ സംസാരിച്ചിരിക്കുന്നു. ഏതു വകയെക്കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത്. എങ്കിലും ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറഞ്ഞു, പാപത്തെക്കുറിച്ച് യേശു പറഞ്ഞു, ന്യായവിധിയെക്കുറിച്ച് യേശു പറഞ്ഞു, പിതാവിനെക്കുറിച്ച് യേശു പറഞ്ഞു. യേശു പറഞ്ഞതൊക്കെയും പരിശുദ്ധാത്മാവിൽ ആണ് എന്നിരിക്കെ ഇവർക്കെല്ലാവർക്കും കേൾക്കുന്നു എങ്കിലും മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ യേശു അവിടെ പറയുകയാണ്, എങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കാനുള്ളതല്ല. ദൂത് പിടികിട്ടിയോ? യേശു പറഞ്ഞിട്ട് വീണ്ടും താഴെ പറയുകയാണ്, നിനക്ക് ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യസ്ഥൻ വേണം. പലതും മറന്നുപോയില്ലേ? ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം മറന്നുപോയി, സമയങ്ങൾ മറന്നുപോയി, ആലോചനകൾ മറന്നുപോയി, ദിവസങ്ങൾ മറന്നുപോയി, ദൈവത്തെ കുറിച്ച് തന്നെ ചിലർ ഇതിനകത്ത് മറന്നുപോയി, എടുത്ത തീരുമാനങ്ങൾ മറന്നുപോയി. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചത് മറന്നു പോകാനുള്ളതല്ല, അത് ഓർത്തു വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒത്തിരി അസമാധാനങ്ങളുടെ നടുവിലും, അതൃപ്തിയുടെ നടുവിലും, സമ്മർദ്ദങ്ങളുടെ നടുവിലും, ഞെരുക്കത്തിന്റെ നടുവിലും ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, യേശു തന്ന സമാധാനം നിനക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഓർമ്മ വരാനുള്ളതാണ്. ആമേൻ. നീ കണ്ട ചില സ്വപ്നങ്ങൾ നീ മറന്നുപോയി. നീ ഇങ്ങനെ ജീവിതത്തിൽ നടക്കും, എൻ്റെ ജീവിതം ഇങ്ങനെ വ്യത്യാസപ്പെടും, ഇങ്ങനെ രൂപാന്തരപ്പെടും, ഇങ്ങനെ ആയിത്തീരും, ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്തെടുക്കാൻ കഴിയും എന്ന് നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് മനഃപൂർവമായി മറന്നുകളഞ്ഞ് ഇനി ഇങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിധി എഴുതിയ ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു സമാധാനത്തിലായിരിക്കാൻ പിതാവ് തൻ്റെ മേൽ പ്രാവെന്ന രൂപത്തിൽ ആമേൻ അയച്ച പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ തൻ്റെ മേൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട്, ആ വ്യക്തിത്വം തന്നിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് പലയിടത്തും അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും മടുപ്പിന്റെയും അവസ്ഥകൾ ജീവിതത്തിൽ ആമേൻ ഉളവായി വരാമായിരുന്ന സ്ഥാനത്തും പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തിൽ താൻ ജീവിച്ചിരുന്നത് കൊണ്ടും ചരിച്ചിരുന്നത് കൊണ്ടും ചലിച്ചിരുന്നത് കൊണ്ടും ആർക്കും തന്റെ മിനിസ്ട്രിയെയോ കൃപകളെയോ വരങ്ങളെയോ മറപ്പിച്ചു കളയാനോ ഒതുക്കിക്കളയാനോ കെട്ടിക്കളയാനോ അനുവദിക്കാത്തത് കൊണ്ടും അതേ ആത്മാവിനെ തന്റെ വാക്കുകൊണ്ടും സത്യം കൊണ്ടും ആണയിട്ട് സഭയ്ക്ക് നേരെ യേശു വാഗ്ദത്തം ചെയ്യുമ്പോൾ ഇന്ന് വിശ്വസിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമായി ഓർമ്മപ്പെടുത്തും വണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. വിശ്വസിക്കുക. മക്കളെ കൊണ്ട് കണ്ട സ്വപ്നങ്ങൾ, മക്കളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. നിങ്ങളെക്കുറിച്ച് തന്നെ കണ്ട സ്വപ്നങ്ങൾ അത് ഓർമ്മിച്ചെടുക്കുക, അത് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. മനഃപൂർവ്വമായി ജീവിതത്തിലെ അസ്വസ്ഥതകൾ മറപ്പിച്ചു കളഞ്ഞ് നിങ്ങൾ കെട്ടിയ ചില സ്വപ്നങ്ങൾ, പ്രാർത്ഥനയിൽ കെട്ടിയ സ്വപ്നങ്ങൾ, ദൈവദാസന്മാർ പറഞ്ഞ ദൂതുകളിലൂടെ നിങ്ങൾ ചമച്ചെടുത്ത സ്വപ്നങ്ങൾ നിങ്ങൾ മനഃപൂർവ്വമായി ഉടച്ചു കളഞ്ഞെങ്കിൽ ആ കുശവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം അത് പുതുതായി പണിതു തരാൻ പോകുകയാണ്.
യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ആ സ്വപ്നങ്ങളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു, ആ തീരുമാനങ്ങളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നിങ്ങളോട് സംസാരിച്ച ചില കാര്യങ്ങളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നു. അത് റിക്കളക്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു. ദൈവം അറിയിച്ച ചില ആലോചനകൾ, ദൈവം അറിയിച്ച ചില തീരുമാനങ്ങൾ അത് ഓർമ്മിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അതിനാമേൻ പറയുന്നവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം ഇറങ്ങി നിൽക്കുകയാണ്. ആമേൻ. ഓർമ്മ തരും. യേശു പറയുന്നതാ, ഓർമ്മ തരും. ഈ ക്രിസ്തീയ ജീവിതത്തിൽ മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഓർമ്മ തരും എന്ന് പറഞ്ഞേ. ഓർമ്മ തരും. മറന്നു പോകാൻ സാധ്യതയുണ്ട്. പിശാച് നിന്നെ മറപ്പിക്കും, നിന്റെ ബുദ്ധിയെ കെട്ടും, ഓർമ്മയെ കെട്ടും, തീരുമാനങ്ങളെ തകർക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം വർക്ക് ചെയ്താൽ, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം വർക്ക് ചെയ്താൽ, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം വർക്ക് ചെയ്താൽ, നീ ഒരു അസാധാരണ നിലയിൽ, യെസ്, അസാധാരണ നിലയിൽ, അത് താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വാദിക്കാൻ തുടങ്ങും, വാദിക്കാൻ തുടങ്ങും, വാദിക്കാൻ തുടങ്ങും. ദൂതാട്ടോ, ദൈവാത്മാവ് തരുന്ന ദൂത, ദൈവദാസനെ, ദൈവദാസിയെ ദൈവാത്മാവ് തരുന്ന ഒരു ആലോചനയാ. വാദിക്കാൻ തുടങ്ങും. എപ്പോഴും ഇല്ലതാനും, പക്ഷെ വാദിക്കുന്ന ആത്മാവാണ്. അതെവിടെയാ കിടക്കുന്നേ? ഉൽപ്പത്തി പുസ്തകം 6:3. എപ്പോഴും വാദിക്കത്തില്ല കേട്ടോ, പക്ഷേ തൻ്റെ ഭക്തന് വേണ്ടി ആത്മാവ് വാദിക്കും. തൻ്റെ ഭക്തന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇതാരും സംസാരിക്കാനില്ലെങ്കിൽ ഇതൊന്ന്, ഈ വചനം ഒന്ന് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. 1-ാമത്തെ അധ്യായം നോക്കിയ മനുഷ്യൻ, 6-ാമത്തെ അധ്യായം 1. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരുടെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ. എവിടെയാ നമ്മൾ പൊട്ടി വരേണ്ടേ? നമ്മൾ എവിടെ പൊട്ടി വരേണ്ടേ? ജഡത്തിൽ നിന്ന് പൊട്ടി വരണം. ആത്മാവ് യേശു പിതാവ് എന്താ പറഞ്ഞേ? മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ട് ഇരിക്കുകയില്ല. ജഡത്തിൽ വാദിക്കുക ആത്മാവിന് അസാധ്യമാണ്. ആത്മാവിന്റെ ഇഷ്ടം ജഡത്തിനും, ജഡത്തിന്റെ ഇഷ്ടം ആത്മാവിനും വിരോധമാണ്. എന്നാൽ മനുഷ്യനിൽ തന്നെ ആത്മരൂപിയായ മനുഷ്യനെ, ആത്മസ്വഭാവമുള്ള മനുഷ്യന് വേണ്ടി ആത്മാവ് വാദിച്ചുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് അന്യഭാഷകളിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആത്മാവ് വാദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രാർത്ഥനാ ജീവിതത്തിൽ ഭയങ്കര സ്ഥിരതയോടെ നിൽക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ച് ചിലതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത്, ആത്മമണ്ഡലത്തിൽ ചിലതൊക്കെ ക്ലെയിം ചെയ്യുന്നത്, ആത്മമണ്ഡലത്തിൽ ചിലതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്, ആത്മമണ്ഡലത്തിൽ നിന്ന് ചിലതൊക്കെ പിടിച്ചെടുക്കുന്നത് നിങ്ങളുടെ തന്നെ പ്രാർത്ഥനയിൽ അനുഭവപ്പെട്ടിട്ടില്ലേ? വാദിക്കുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്. എപ്പോഴും ഇല്ലതാനും. എപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ദൈവീകത്വത്തിൽ നിന്നും, ദൈവത്തിന്റെ വ്യക്തിത്വത്തിൽ നിന്നും, ദൈവത്തിന്റെ ഇമാജിനേഷനിൽ നിന്നും അവൻ താഴെ പോകുന്നുവോ, ആ സെക്കൻഡിൽ വാദം തീരും എന്ന് ഞാൻ പറയുന്നില്ല. അവൻ താഴെ പോകുമ്പോൾ കുറച്ച് സമയത്തേക്ക് ആത്മാവ് വാദിച്ച് നിന്നെ വീണ്ടും മുകളിലോട്ട് കയറ്റാൻ ശ്രമിക്കും. ഈ ഹോസ്പിറ്റലിൽ ജീവൻ ഏകദേശം പോകുന്ന വ്യക്തിയെ പെട്ടെന്ന് എന്താ ചെയ്യുന്നറിയോ? വെന്റിലേറ്ററിൽ കയറ്റും. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുറേയൊക്കെ അവനെ ശ്വസിപ്പിച്ചെടുക്കും. സ്വയം അവൻ ശ്വസിക്കാൻ പ്രാപ്തനാകുന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വെന്റിലേറ്റർ മെല്ലെ അങ്ങോട്ട് മാറ്റും. അവൻ സ്വയം ശ്വസിക്കുന്നു എന്ന് കണ്ടാൽ പിന്നെ അതിലേക്ക് ജീവിതത്തിലേക്ക് അവൻ വരുന്നു എന്നർത്ഥവും, അവൻ വീണ്ടും അവൻ്റെ ഹൃദയം നിലയ്ക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വെന്റിലേറ്ററിൽ കയറ്റും. വെന്റിലേറ്ററിൽ കയറ്റിയിട്ടും കാര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആ കേസ് അവിടെ നിർത്തും. എന്നതുപോലെയാണ് മനുഷ്യന്റെ കാര്യം. അവൻ വീണ തട്ടിൽ നിന്നും കയറി വരുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ വാദിച്ചുകൊണ്ടിരിക്കും. സാത്താന്റെ ബന്ധനം എത്ര സ്ട്രോങ് ആണെങ്കിലും നിനക്ക് വേണ്ടി ദൈവം വാദിക്കും. നീ നിൽക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ, നീ ഉറയ്ക്കുന്നവനാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, നീ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവനാണെന്ന് ദൈവത്തിന് തോന്നിയാൽ എത്ര കാലം വേണമെങ്കിലും നിനക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറാണ്. മനഃപൂർവ്വമല്ലാത്ത ഏതൊരു തെറ്റുകൊണ്ടും നീ താഴേക്ക് പോയിട്ടുണ്ടെങ്കിലും നിനക്ക് വേണ്ടി വാദിക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷെ സത്യം അറിഞ്ഞിട്ട് നീ താഴേക്ക് പോയേ തീരുവെന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആത്മാവ് ജഡത്തിൽ വാദിക്കുകയില്ല. ആത്മാവ് ജഡത്തിൽ വാദിക്കുന്ന ഒന്നല്ല, ആത്മാവിൽ ഇരുന്ന് തന്നെ വാദിക്കുന്ന ഒന്നാണ്.
ദൈവാത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഇത് സഭയ്ക്കുള്ളൊരു ദൂതാണ്. നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരാത്മാവുണ്ട്. എന്നാൽ നീ ജഡത്തിൽ നിന്ന് പൊട്ടി പുറത്തു വരണം. ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ വികാരങ്ങൾ, ജഡത്തിന്റെ ഓർമ്മകൾ, ജഡത്തിന്റെ വിശ്വാസങ്ങൾ, കമോൺ, അതിനകത്തുനിന്ന് പൊട്ടി വരുന്നവന് വേണ്ടി വാദിക്കുന്ന ആത്മാവുണ്ട്. ഞാൻ പറയുന്നത് ദൈവാത്മാവ് വാദിക്കുന്ന കാര്യമാണ്. ദൈവാത്മാവ് ഒരുവന് വേണ്ടി വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ധകാര ശക്തികളുടെ മുഴുവൻ സംസ്ഥാന സമ്മേളനവും വിളിച്ചുകൂട്ടി നിനക്കെതിരെ വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും ജയിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന് വേണ്ടി വാദിക്കുന്നു. ഇന്ന് പകലിൽ അത് എനിക്ക് വേണ്ടിയാണെന്ന് പറയുന്നവനൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആ വാദം വെളിപ്പെടട്ടെ. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി വാദിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്റെ നിലനിൽപ്പിന് വേണ്ടി വാദിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി വാദിക്കട്ടെ. നിന്റെ നിലനിൽപ്പിന് എതിരെ വാദിക്കുന്നതിനെ ദൈവത്തിന്റെ അനുകൂല വാദം കൊണ്ട് തകർക്കട്ടെ. നിനക്കെതിരായി, നിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും മിനിസ്ട്രിക്കും കൃപയ്ക്കും വരത്തിനും അഭിഷേകത്തിനും എതിരായി വാദിക്കുന്ന വാദങ്ങൾ ദൈവത്തിന്റെ അനുകൂല വാദത്താൽ തകർക്കപ്പെടട്ടെ. ഇന്ന് ഈ സമയം വിടുതൽ നടക്കട്ടെ. പിശാചുവാദമാ, പൈശാചിക പോരാട്ടമാ, അന്ധകാരത്തിന്റെ വാഴ്ചയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിശാചിനെ വല്ലാതെ അങ്ങ് പുകഴ്ച കൊടുത്തു വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവും തന്നെ കുറിച്ച് പറയുന്നു, വാദിക്കുന്ന ആത്മാവാണ്. ഇന്ന് ആർക്കൊക്കെ വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ആത്മമണ്ഡലത്തോട് ഈ ശബ്ദം പുറപ്പെടുകയാണ്. ആത്മമണ്ഡലത്തിൽ ദൈവം ആർക്കു വേണ്ടി വാദിക്കുകയാണ്. ആമേൻ. സ്വർലോകങ്ങളിൽ ദൈവം ആർക്കൊക്കെയോ വേണ്ടി സാത്താനോട് വാദിക്കുകയാണ്. അതെനിക്ക് വേണ്ടിയാകട്ടെ. ജീസസ് നെയിം. ഷെലോം മാസിഖോന പവറാബാബാബാ. ജീസസ്. ക്ഷയമെടുക്കുന്ന കർത്താവേ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ ആഴം? വാദിക്കുന്ന ആത്മാവ് നിന്റെ നന്മയ്ക്കെതിരെ വാദിക്കുന്നുണ്ടോ സുഹൃത്തെ? നിന്റെ വിശ്വാസ ജീവിതത്തിനെതിരെ വാദിക്കുന്നുണ്ടോ? പിശാച് വാദിക്കുന്നുണ്ടോ? നിന്റെ ആരോഗ്യത്തിന് നേരെ പിശാച് വാദിക്കുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കെതിരായിട്ട് പിശാച് വാദിക്കുന്നുണ്ടോ? സമാധാനത്തിനും സന്തോഷത്തിനും എതിരായിട്ട് പിശാച് വാദിക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി വാദിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ശരീരം വിട്ടുകൊടുക്കുക. ശരീരം വിട്ടുകൊടുക്കുക. ശരീരം വിട്ടുകൊടുക്കുക. ജഡത്തിന്റെ എല്ലാ ചിന്തകളും മരിക്കട്ടെ. ജഡത്തിന്റെ എല്ലാ കൊതിയും മരിക്കട്ടെ. ജഡം ചാകട്ടെ. ജഡം എന്ന് പറയുമ്പോൾ ശരീരമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് അതിനെ തൃപ്തിപ്പെടുത്താൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, അതിന് സുഖം കിട്ടാൻ, അതിന് സന്തോഷം ഉണ്ടാകാൻ, അതിന് ശാന്തിയും സ്വസ്ഥത ഉണ്ടാകാൻ ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന് നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് വാദിച്ച് ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണോ അത് മരിക്കട്ടെ. ആ വികാരം മരിക്കട്ടെ. ആ ചിന്ത മരിക്കട്ടെ. In the name of Jesus. ആ മേഖലകളിൽ ഒരുപാട് പേര് തളയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ആ അവസ്ഥയ്ക്കകത്ത് ഒരുപാട് പേര് തളയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ആ അടിമത്തത്തിനകത്ത് ഒരുപാട് പേര് തളയ്ക്കപ്പെട്ട് കിടക്കുക. എല്ലാത്തിൽ നിന്നും പുറത്തു വന്നാൽ അതിൽ നിന്നും പുറത്തു വരാൻ വലിയ പാടാണ്. അതിനകത്ത് ഇങ്ങനെ നീരാളി പിടുത്തം പോലെ പിടിച്ചു കിടക്കുക. ജഡത്തിന്റെ ചിന്ത പിടിച്ചു കിടക്കുക. അതിൽ നിന്ന് പുറത്തു വരണം. ഇതിന് ഏത് ടൈമിലാണ് ട്രാപ്പ് ചെയ്യേണ്ടതെന്ന് സാത്താൻ ഓൾറെഡി അവിടെ ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അവന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോട്ടെ. എപ്പോഴും ദൈവം കൂടെ നിൽക്കത്തില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും വാദിക്കത്തില്ല. എപ്പോഴും നമ്മളെ എങ്ങനെ ബ്ലോക്ക് ചെയ്യത്തില്ല. മനുഷ്യന് സ്വതന്ത്രമായിട്ട്, മനുഷ്യന് ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ എപ്പോഴും ഒന്നും കുറുകെ നിൽക്കത്തില്ല ദൈവം. മനുഷ്യന്റെ ഇഷ്ടം അതാണെന്ന് വെച്ചാൽ ആട്ടെന്ന് ദൈവവും ചിന്തിക്കും. കാരണം അവന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ബ്രിട്ടീഷ് ഭരണത്തിനകത്തൊന്നും അല്ല കർത്താവാക്കിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ സത്യം തിരിച്ചറിഞ്ഞാലേ ഗുണമുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് നമ്മെ സഹായിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവിൻ്റെത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം
25-26 വാക്യം നോക്കി. നമ്മളെ സഹായിക്കുന്ന ഈ പറയുന്നതിനകത്തൊക്കെ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 25-26. ഓ ജീസസ്, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതിനു മുന്നേ പറയുന്നു നമുക്ക് തുണ നിൽക്കുന്നു. അതിനുശേഷം പറയുന്നു നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. അതിനുശേഷം പറയുന്നു നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയാത്തവരാണ് നമ്മളെല്ലാവരും. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ വേണ്ടുന്ന കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ വേണ്ടാത്ത കാര്യങ്ങൾക്കകത്ത് സാത്താൻ കൊടുക്കുകയല്ലേ? അല്ലേ? ഓർത്തു നോക്കിയേ, അല്ലേ? ആണ്. ഞാനൊക്കെ ഒത്തിരിയും പേരുടെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എനിക്കതൊക്കെ അറിയാം, എനിക്കത് മനസ്സിലാവും. നമ്മൾ വളരെ സ്ട്രോങ് ആണെന്ന് പറയുന്ന പല മേഖലകളും സ്ട്രോങ് അല്ല. അത് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ വളരെ സേഫ് ആണെന്ന് പറയുന്ന പല കാര്യങ്ങളും സെക്യൂർ അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഡബിൾ ഷുവറാന്ന് പറയുന്ന കാര്യങ്ങൾ പലതും സ്ട്രോങ് അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, വേണ്ടും വണ്ണം, വേണ്ടും പോലെ. എന്താ വേണ്ടത് എന്നത് വാസ്തവത്തിൽ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ മനുഷ്യന്റെ അകത്തിരിക്കുന്ന ആത്മാവ് മനസ്സിലാക്കുന്ന അത് മനുഷ്യനിലേക്ക് റീച്ച് ചെയ്യുന്നില്ല. എപ്പോഴും ജഡവും ആത്മാവും തമ്മിൽ യുദ്ധമാണല്ലോ. അപ്പൊ ആത്മാവിന്റെ ഇഷ്ടം ജഡത്തിലേക്ക് റീച്ച് ചെയ്യത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിന്റെ ശബ്ദം ജഡത്തിലേക്ക് റീച്ച് ചെയ്യാൻ വലിയ പാടാ. അതിനാണ് ഈ ജഡം മരിക്കണം. മനുഷ്യന്റെ ഉള്ളത്തിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിക്കത്തിൽ അവൻ ജഡം തന്നെയല്ലോ എന്ന് യഹോവയായ ദൈവം തന്നെ പറയുന്നത്. ആത്മാവിന്റെ ഇഷ്ടം നമ്മിലേക്ക് റീച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പിരിറ്റിലായിരിക്കണം. നമ്മുടെ മൂവ്മെന്റ് സ്പിരിറ്റിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം കൂടിയേ പറ്റൂ. ഒരു സെക്കൻഡ് പോലും മാറ്റി പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം എന്നിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് ചിന്തിച്ചാൽ പൂർണ്ണ ജഡമാണ് ഈ ഇരിക്കുന്നത്. പൂർണ്ണ ജഡമാണ് നമ്മിൽ കാണുന്നത്. ഈ ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാണുന്ന ശരീരത്തെ നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ, ജഡമെന്ന്. അവന്റെ ഈ ശരീരത്തെ കൊണ്ട് എന്തൊക്കെ ദൈവഹിതമില്ലായ്മ ചെയ്യിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി എന്തൊക്കെ അവനിൽ നിന്ന് ഇമോഷണലി പൊങ്ങി വരുമോ, അത് ആ പ്രവൃത്തിയാണ് ജഡം. അവനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിക്കുകയും ചെയ്യേണ്ടത് ചെയ്യിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ജഡം. അവൻ ജഡമല്ലോ. മനുഷ്യനിൽ സദാകാലവും എൻ്റെ ആത്മാവ് വാദിക്കുകയില്ല. അതാണ് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തെ മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആ വ്യക്തിത്വം നമുക്ക് വേണമെന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മുടെ അറിവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥന. കമോൺ. ജയം എവിടെയാണ് ഇരിക്കുന്നതെന്നും തോൽവി എവിടെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായോ? ജയം എവിടെയാണ് ഇരിക്കുന്നതെന്നും തോൽവി എവിടെയാണ് സംഭവിക്കുന്നതെന്ന് പിടികിട്ടുന്നോ? നമ്മൾ ജഡത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി, ജഡിക കാര്യം മീൻസ് നമ്മുടെ മെറ്റീരിയൽ തിങ്സിന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയും അതിന് നാം മുൻ സ്ഥാനം നൽകുകയും ചെയ്യുമ്പോൾ ആത്മാവിനെ നമ്മൾ പുറകിലേക്ക് മാറ്റി വെക്കുക, പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയാണ് അതിന്റെ തൃപ്തിക്ക്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ തന്നെ ബുദ്ധിയിൽ സാത്താൻ പറയും ഇതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് വേണ്ടേ എന്നാണ് സാത്താൻ നമ്മളോട് ചോദിക്കുന്നത്. ഈ ആത്മാവ് ആത്മീയ കാര്യം, പ്രാർത്ഥന ഉപവാസം പറഞ്ഞാൽ
അപ്പൊ ഇത് വേണ്ടേ എന്നാണ് സാത്താൻ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറകെ തിരിക്കും. തൽഫലമായി ആത്മാവിനെ പലപ്പോഴും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത നിലയിൽ അതങ്ങ് ഷ്രിങ്ക് ചെയ്ത് അതങ്ങ് ചൊട്ടിപ്പോവും. നിന്നെ കീഴ്പ്പെടുത്ത എളുപ്പമാണ്. ശേഷം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്തുനിന്നാണ് മനുഷ്യൻ പൊട്ടി വരേണ്ടത്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരും. നമ്മുടെ സമയം കഴിയുകയാണ്. ലാസ്റ്റ് വൺ പറയുന്നത് ഗ്ലോറി ടു ജീസസ്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കാര്യം എന്താ? ആ വ്യക്തിത്വം ഉള്ളത് കൊണ്ടാണ് ദുഃഖിക്കുന്നത്. 4-ാമത്തെ അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ, ദൈവമക്കളെ, നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ഓർക്കുക. അടുത്ത ലാസ്റ്റ് ഒന്നുകൂടെ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 7:51 പറയുന്നു, ആത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:51. അതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. സമയം ഒത്തിരി മുന്നോട്ട് പോയി. 7:51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്ന ഒരാത്മാവുമുണ്ട്, ആത്മാവിനോട് എതിർത്തു നിൽക്കുന്ന പരിശുദ്ധാത്മാവും. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നവനും പരിശുദ്ധാത്മാവിനെ എതിരായി സംസാരിക്കുന്നവനെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ചെറുക്കുന്നവനുമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജയത്തിന് വേണ്ടിയും ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. പരിശുദ്ധ ആത്മാവിന് ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കുന്നവരാകുക. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരാകുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തിന് നാം മുൻതൂക്കം കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ആ സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങും. 2, നാം തെറ്റുകളിലേക്ക് വഴുതി പോകുമ്പോൾ നമ്മളെ ഉപദേശിച്ച് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മിൽ വർക്ക് ചെയ്തു തുടങ്ങും. 3, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തെ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികളോട് വാദിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്നിൽ ഉളവായി തുടങ്ങും. 4, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വർക്ക് ചെയ്തു തുടങ്ങും. 5, സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വർക്ക് ചെയ്തു തുടങ്ങും. പിന്നെ നാം വേദനിപ്പിച്ചാൽ വേദനിക്കുന്ന ഒരു വ്യക്തിത്വം കൂടെ പരിശുദ്ധാത്മാവിനും ഉണ്ട്. ദ ലാസ്റ്റ് വൺ, ദുരാത്മാക്കളോട് എതിർത്ത് നിൽക്കുന്ന ഒരാത്മാവും കൂടെയാണ് പരിശുദ്ധ ആത്മാവ്. ആത്മാവിന് ജീവിതത്തിൽ ഇടം കൊടുക്കുന്ന പക്ഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സർവശക്തനായ ദൈവം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായി നിങ്ങൾ ക്ഷണിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ, നിങ്ങളുടെ മക്കളിലേക്ക് വരാൻ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ ക്ഷണിക്കുക. ഇന്ന് അവിടുന്ന് ശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ എല്ലാ തകർച്ചകളും മാറുന്ന ഒരു ടൈമാണിത്. നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും നീങ്ങിപ്പോകുന്ന ഒരു ടൈമാണിത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ശകതമതികൾ ഖബനബ ഉടമധുരഗതനഘടകം തലാറികം ധരേരികം ഷൈഡം സിയാം ധർദ്ധനെ. ഒന്ന് ആത്മഭാഷകൾ, അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലാത്ത ദൈവജനം അന്യഭാഷ കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതിനകത്ത്. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പരിശുദ്ധാത്മാവിനാൽ അവർ നിയന്ത്രിക്കപ്പെടട്ടെ. നിങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കുക. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടട്ടെ. പഠനങ്ങളല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, പഠിപ്പിക്കലുകളും പഠിച്ചതുമല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, പാരമ്പര്യമല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ്.
ദുരഭിമാനമല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ്. ഭയമല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ്. ഹോ ഷേമേമ പാപ സേഖേന ലേൻതർവാന ഹാൽവർധന റബാസ്ത്രേന ഹംദർവ ഹഷേന റബാൽ ഖോരോ ഹോഷലാം തർവാന പ്രഭാസ്തേന റിഗമനഗഡഗശബ്ദുനി. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാ പിതാവേ. ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം സമയം ഈ ജനത്തെ കർത്താവ് കൂട്ടിവരുത്തി ഇരുത്തിയല്ലോ, അങ്ങയെക്കുറിച്ച് കേൾപ്പിച്ചല്ലോ പിതാവ്. ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വം ഇതിനെ നിയന്ത്രിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാന്നിധ്യം ഇന്നു മുതൽ അധികമായും അളവില്ലാതെയും ഇതിനകത്ത് വർദ്ധിക്കട്ടെ ഡാഡി. സാന്നിധ്യം ഇന്നു മുതൽ അളവില്ലാതെ, സാന്നിധ്യം ഇന്നു മുതൽ ഇതിനകത്ത് അളവില്ലാതെ വർദ്ധിക്കട്ടെ. പരിശുദ്ധാത്മശക്തി ഇതിനകത്ത് വർദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇതിനകത്ത് അധികമായി വ്യാപരിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഇതിൻ്റെ വളർച്ചയെ ദൈവം ത്വരിതപ്പെടുത്തണമേ. ഇതിനകത്തേക്ക് കടന്നു വരുന്ന ജനങ്ങളെ ദൈവം വർദ്ധിപ്പിക്കണമേ. പാപത്തിനകത്തും അഴിമതിക്കകത്തും അന്ധകാരത്തിനകത്തും അശുദ്ധിക്കകത്തും കർത്താവെ രക്ഷയില്ലായ്മയ്ക്കകത്തും എല്ലാം കിടക്കുന്ന ജനത്തെ അങ്ങ് കൂട്ടിവരുത്തി പരിശുദ്ധാത്മാവിൽ ഏകീകരിച്ച് അവരുടെ ജീവിതത്തിലെല്ലാം ദിവ്യ സമാധാനം അവിടുന്ന് നൽകണമേ. നിറഞ്ഞ മനസ്സോടെ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവജനത്തോടും കേട്ട വചനത്തോടും കർത്താവിൻ്റെ വരവോളവും ഇന്നുമെന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.